ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സൺഡേ വ്ളോഗ് എന്താ നമുക്ക് നോക്കിയാലോ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ചേട്ടൻ ചന്തയിൽ പോയപ്പോൾ കുറച്ച് മീൻ കൊണ്ടുവന്നു. കണ്ണനയിലയും ചൂടയും. ചൂട ഞാൻ വെട്ടാൻ ഏറ്റെടുത്തു, കണ്ണനയില ചേട്ടനും കൊടുത്തു. സാധാരണ ഇവിടുത്തെ മീൻ മുഴുവനും വെട്ടിത്തരുന്ന ചേട്ടനാണ്. എനിക്കത്ര ഭംഗിയായിട്ട് മീൻ വെട്ടാനൊന്നും അറിയത്തില്ലേ. ഇന്ന് ഞാൻ മീൻ വെട്ടാൻ എടുത്തത് ഇച്ചിരി വലിയ ചൂടയാണ്. കുഞ്ഞു ചൂടയാണെങ്കിൽ വലിയ പാടാണല്ലോ. വലിയ ചൂടായതുകൊണ്ട് ഞാൻ അങ്ങ് ഏറ്റെടുത്തു, കണ്ണനയില ചേട്ടനും കൊടുത്തു. ഞങ്ങളവിടെ മീൻ വെട്ടുന്ന കണ്ടപ്പോൾ തന്നെ അയലക്കത്തെ പൂച്ച മുഴുവനും ഞങ്ങൾ മീൻ വെട്ടുന്ന സ്ഥലത്തായി. അപ്പോൾ മീൻ വെട്ടിയ തലകളൊക്കെ അവർക്ക് കൊടുത്തു, അവർ കഴിച്ചോട്ടെ. ബാക്കി മീനൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തു. അപ്പം ഇതാണ്ട് അയില കണ്ണനയിലയും വെട്ടി നല്ല ഒന്നാം തരം ചൂട. 1 കിലോ വാങ്ങേണ്ടതാണ് ചൂടല്ലേ? 240 രൂപ കിലോയ്ക്ക്. അപ്പം അത് വെട്ടി, പക്ഷേ വെട്ടാൻ എളുപ്പമായിരുന്നു. കുഞ്ഞിലൂടെയാണ് പാട്. ഇപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാനാ പ്ലാൻ ഞായറാഴ്ച ആയിട്ട്? മസാല വരട്ടി വറക്കാം, ഇത് കറി വെക്കാം, ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വേറൊരു ഡിഷിന് വേണ്ടി മാറ്റി വെച്ചേക്കാം. സ്പെഷ്യലാണ്, അത് പിന്നെ പറയാം. ഇത് മാത്രമായിട്ട് പ്രത്യേകം വെച്ചിട്ടുണ്ട്. അതെ, ഇതിലിപ്പോൾ നമ്മൾ ഇതാണ്ട് ഇത് വന്നെങ്കിൽ ഇഞ്ചി നല്ല ചതച്ച് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. ഇതിനകത്താണെങ്കിൽ ചെറുള്ളിയും പച്ചമുളകും കൂടി വെച്ചിട്ടുണ്ട്. ഇത്രയും അറപ്പാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ അതിനകത്ത് കുറച്ച് കരിവേപ്പില ഇടാം നമുക്ക്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടാം. കുറച്ച് കൂടി ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ നോർമൽ മുളക് പൊടി ഇടുന്നേ, മറ്റേ കാശ്മീർ മുളക് പൊടി ഇല്ല. അത് ഇടുവാണെങ്കിൽ ഇച്ചിരി കൂടി റെഡായിട്ട് വരും. പിന്നെ കുരുമുളക് ഇല്ലാത്ത ഒരു പരിപാടി ഞങ്ങൾക്കില്ല സുഹൃത്തുക്കളെ. അതൊന്ന് പ്രത്യേക ടേസ്റ്റ് അല്ലേ, വളരെ നല്ലതാ. പക്ഷെ അത് ഒരുപാട് പൊടിഞ്ഞതായിരിക്കരുത്. ഒരു ചെറിയ തരിതരി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. കുറച്ചിടാം, അത്രയും വേണ്ടല്ലോ. ഇഞ്ചി തരിതരിയായിട്ടേ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടില്ല. കോൺഫ്ലവർ ഇടുന്നുണ്ടോ? കോൺഫ്ലവർ വേണം, വേണമെങ്കിൽ ഇച്ചിരി ഇടാം. കിട്ടും, അപ്പോൾ ഒരു ക്രിസ്പി കിട്ടുമല്ലോ. എന്തായാലും ഒന്ന് ഉഷാറായിക്കോട്ടെ. കുറച്ച് കോൺഫ്ലവറോടെ ഒരു ഇത് കുറച്ച് കൂടിയും തോന്നാ. മതി അതൊരു ഫ്ലേവറിന് വേണ്ടിയല്ലേ. ഫ്ലേവർ ക്രിസ്പി ആയിട്ടിരിക്കും. മസാല എല്ലാം ആദ്യമേ ഇട്ട് മിക്സ് ആക്കിയിട്ട് മീനിട്ടാൽ മതിയായിരുന്നു അല്ലേ? അപ്പൊ എല്ലായിടത്തും പിടിച്ചല്ലോ. ഇതും പിടിക്കും. കുറച്ച് മീനല്ലേ ഉള്ളൂ, കുറച്ച് നേരം നമ്മൾ കുതിരാൻ വെക്കുമല്ലോ. മസാല പുരട്ടിയ മീൻ അവിടെ നിന്ന് നന്നായിട്ട് കുതിരട്ടെ. അപ്പോഴേക്കും നമുക്ക് മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. ഓരോരുത്തരും ഓരോരോ സ്റ്റൈലിലാണല്ലോ മീൻ കറി വെക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെ മീൻ കറിയൊക്കെ വേറെ രീതിയില്ല, തമിഴ്നാട്ടിൽ ഇവിടെ വേറെ രീതി. ഞാൻ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് സവാല, പച്ചമുളക്, കരിവേപ്പില ഇതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി. ഇതിൻ്റെ കൂടെ ഉലുവയും കൂടി ഇടണം. എൻ്റെ കയ്യിൽ ഉലുവ പൊടിച്ചത് ഇല്ലായിരുന്നു, അതാ വിട്ടുപോയ. പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റിച്ച് ആ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് തന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. പൊടിച്ചത് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും അതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റി. സാധാരണ മീൻകറി എല്ലാവരും ഇങ്ങനെ വഴറ്റി വെക്കുമെന്ന് അറിയത്തില്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ വഴറ്റിയാണ് വെക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടും. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് ഇടണം. ഈ മുളക് പൊടി എരിവ് കുറവാണ്, അതുകൊണ്ട് ഞാൻ അത്രയേ ഇട്ടുള്ളൂ. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ആ ചൂട്ടിൽ തന്നെ വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് വറുത്തെടുക്കണം. അതിൻ്റെ കളർ നന്നായിട്ട് മാറി വരും, പച്ചമണമൊക്കെ പോവും. അപ്പം നമുക്ക് നല്ല ടേസ്റ്റും കൂടെയാണ്. സാധാരണ വെള്ളത്തിൽ ഇട്ട് ചിലരൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്, എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത്. പക്ഷേ ഞാൻ ഇങ്ങനെ നന്നായിട്ട് വഴറ്റി ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മണമൊക്കെ പോയിട്ടാണ് വെക്കുന്നത്. പുളിയാണെങ്കിൽ കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് ആ വെള്ളത്തോട് കൂടി തന്നെ ഞാൻ ആ പുളി ഇട്ട്. പക്ഷേ പുളി കൂടുതലായിരുന്നു, 2-3 കഷ്ണം ഞാൻ മാറ്റിയായിരുന്നു. പിന്നെ ആ സൈഡെല്ലാം കൂടി വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് കഴുകി സൈഡിലെ പിടിച്ചേക്കുന്ന മുളക് പൊടിയെല്ലാം എടുത്തിട്ട് ഇച്ചിരി കൂടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച്. ഞാൻ എപ്പോഴും ഇങ്ങനെ മീൻ കറി വെക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ചെറുള്ളിയും പിന്നെ പിഴുപുളി പിന്നെ തേങ്ങ അരച്ചൊഴിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് കറി വെക്കുന്നത്. തമിഴ്നാട്ടിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ വെക്കുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ച് വേറെ രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടാൽ തന്നെ അറിയാം. ആ മീൻകറിയുടെ ഒരു കളറ് കണ്ടോ. അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനൊക്കെ പെറുക്കി അതിനകത്തോടെ ഇടാം. ഈ വെള്ളം ഒന്നും അതിനകത്ത് വീഴാതെ എടുക്കണേ, ചിലപ്പോൾ അത് ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ലല്ലോ. പിന്നെ തവിയിട്ട് ഇളക്കത്തില്ല, നമ്മളിങ്ങനെ ഒന്ന് പാത്രം എടുത്തിട്ട് ഇങ്ങനെ വെക്കത്തല്ലേ ഉള്ളൂ. തവിയിട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുന്നതാണല്ലോ. പിന്നെ അതൊന്ന് തിളച്ച് സെറ്റായിട്ട് വരട്ടെ.
അപ്പോൾ എന്തായാലും ചൂടയും വെച്ചൊരു പുതിയ പരീക്ഷണങ്ങൾ നമ്മൾ നടത്താമെന്ന് വിചാരിച്ചു സുഹൃത്തുക്കളെ. ഉണ്ടല്ലേ, ഈർക്കിലിൽ കോർത്തുകൊണ്ട് ഞങ്ങൾ ചൂടയെ വേറൊരു രൂപത്തിലാക്കി. ഇത് കുറച്ച് ക്രിസ്പിയായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ചൂട ലോലിപോപ്പ് എന്ന് വല്ലതും വേണേൽ പറയാം. ചൂട ലോലിപോപ്പ്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞങ്ങൾ പണ്ടൊരിക്കൽ ചെയ്തിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ. അവർക്കൊക്കെ ഒരു കൗതുകമായിരിക്കും. നല്ല ക്രിസ്പി ചൂടയും നല്ല മീൻകറിയും. മീൻകറി സെറ്റായല്ലോ അല്ലേ? എന്താ മീൻകറി നല്ല അടിപൊളിയായിട്ട് റെഡിയായി. ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി പൊടിയുണ്ട. എന്താ എപ്പടി. അപ്പൊ ഇനി അങ്ങ് കഴിച്ചാലോ എല്ലാവർക്കും? ഇപ്പൊ കപ്പ ഇല്ലല്ലോ. അതെ, ഇനി എന്താണ് പരിപാടി? എല്ലാവരും കഴിക്കാൻ പോകല്ലേ? കഴിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ചൂടയാണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടാ പൊരിച്ചേക്കുന്നത്, വെറുത്തേക്കുന്നത് കേട്ടോ. അത് ഈർക്കലേക്ക് കുറ്റിട്ട് വെറുത്തോ, നല്ല ടേസ്റ്റാ. പിള്ളേരൊക്കെ കഴിച്ചു നോക്കി. നല്ല ഡെക്കറേഷൻ ചെയ്ത് വെച്ചാൽ എല്ലാം കൂടെ അലങ്കോളമാക്കി എല്ലാവരും കൂടി കഴിച്ചിട്ട്. ഈർക്കിലെടുത്ത് തിന്നല്ലോ കേട്ടോ, മീന തിന്നാവും. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അതെ, സച്ചു ഒരു 3-4 കഴിച്ചിട്ടുണ്ട് സച്ചു. അതെ, ഇപ്പൊ അതുകൊണ്ട് കുറച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ മീൻകറി എന്താ കണ്ണനയില ഇങ്ങനെ ആയാലും കറി വെക്കുവോ അറിയത്തില്ല. ഞാൻ വെച്ചു. ഞാൻ പിന്നെ തമിഴ്നാട്ടുകാരി ആയതുകൊണ്ട് എനിക്ക് പിന്നെ അതൊന്നും വിഷയമല്ല. തമിഴ്നാട് കണ്ണനയില ഇല്ല സുഹൃത്തുക്കളെ. അതെ, അടിപൊളി. പക്ഷെ ഇത് കപ്പ തിന്നാൻ നല്ല ചാറാ കേട്ടോ. അതെ, ചോറിന് കാട്ടിലും. അപ്പം ഞങ്ങളുടെ സൺഡേ ഞായറാഴ്ച വേറെ ഒന്നുമില്ല, മീൻകറിയും മീൻ വറുത്തതുമാണ്. മീനുണ്ടെങ്കിൽ പിന്നെ ആർക്കും വേറെ ഒന്നും വേണ്ട, പച്ചക്കറി ഐറ്റംസ് വേണ്ട. ഞങ്ങളുടെ ഞായറാഴ്ച പരിപാടി ഇവിടെ പരിസമാപ്തി പരിസമാപ്തിപ്പെടുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങളിവിടെ തീരാണ് സുഹൃത്തുക്കളെ. പിന്നെ ഈ സംഭവം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അല്ല ഈർക്കലി കോർത്തുകൊണ്ടുള്ള ഈ മീൻ എന്തായാലും. അപ്പോൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ എല്ലാവരും.